പോയപ്പോ പവർ കുറഞ്ഞു പോയോ അതോ കൂടിയോ? ഞാൻ പോയപ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്നൊക്കെ കേട്ടു. പക്ഷെ മുന്നേ ഉള്ള പവർ ടീമിനേക്കാളൊക്കെ ഭയങ്കര ബെറ്റർ ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. നല്ല ടീമായിരുന്നു ഇപ്രാവശ്യം. നല്ല ടീമായിരുന്നു എന്ന് ആര് പറഞ്ഞു? കുറച്ചു പേരൊക്കെ. ഇരിക്കാം. നോറ, നല്ല ടീമായിരുന്നു നോറ? സത്യസന്ധമായിട്ട് പറയൂ. നല്ല ടീമായിരുന്നില്ല. എന്താ കാര്യം? അവർ ചെയ്തൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, കഴിഞ്ഞ വീക്കിൽ പവർ ടീമിലുള്ള ഒരു അംഗവും പിന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരാൾ കാരണം ഇവിടെ വീക്ക്ലി ബഡ്ജറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും സഫർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് ലക്ഷറി പോയിന്റ്സ് കിട്ടിയ സമയത്ത് അത് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല. അവർ കാരണം ഉണ്ടായ ഒരു സംഭവമാണ്. പിന്നെ അത് അവരുടെ ഇഷ്ടമാണല്ലോ. പിന്നെ അവരുടെ നിലപാട്. അല്ല, ഇത് പവർ ടീം നല്ലതായിരുന്നു എന്ന് തോന്നലുള്ള ആരെങ്കിലും ഉണ്ടോ? ഷായി, എന്താണ്? പറഞ്ഞോളൂ കേക്കട്ടെ. ടീം നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ചോട്ടെ, ഈ ക്യാപ്റ്റൻ സെലക്ട് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം പവർ ടീമിലുള്ള ചില ആൾക്കാരെ തന്നെയാണ്. പിന്നെ നമ്മള് ഈ ഷോയിൽ നിന്ന് ഒരിക്കൽ വെളിയിൽ വിട്ടിട്ട് തിരിച്ചെടുത്ത ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ ആയിരുന്നു അത് അവരുടെ ഗെയിമായിട്ടാണ് ലാലേട്ടൻ ഞാൻ കണ്ടത്. അവരങ്ങനെ ഒരു ഗെയിം കളിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ ഗെയിം എക്സ്പോസ് ആവുന്നത്. ഓക്കെ, ഇരിക്കാം. ജാസ്മിൻ, ഇത് നിങ്ങളുടെ ഗെയിം ആയിരുന്നോ? അതെ ലാലേട്ടൻ, എന്റെ സേഫ് ഗെയിം ആയിരുന്നോ? സേഫ് ഗെയിം അല്ല. എനിക്ക് ഒത്തൊരുമയോടെ കുറെ കാര്യങ്ങളിൽ യോജിച്ചു പോകുന്ന, അല്ലെങ്കിൽ പുറത്ത് ആൾക്കാർ, അകത്ത് ഒത്തൊരുമ ഇല്ലെങ്കിലും പുറത്ത് അത് വന്ന് ഭയങ്കരമായിട്ട് കാണിക്കാത്ത രീതിയിലുള്ള ആൾക്കാർ എനിക്ക് വേണമായിരുന്നു. പിന്നെ പുതിയ ആൾക്കാരെ എടുക്കാഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ ആൾക്കാർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ശരിയാണ്, കാരണം അവർ പുറത്തുനിന്ന് വന്നുകൊണ്ട് അവർക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്ത് പോയാൽ പലതും അവർക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിങ് ആണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ, അകത്ത് പോയി ചെയ്യണമെങ്കിൽ പുറത്തിരിക്കുന്നവരും കൂടെ അത് അനുസരിക്കണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പവർ റൂമിലുള്ള ആൾക്കാർ പറയുന്നത് ഉറപ്പായി ഞങ്ങൾ കേൾക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അത് ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കുന്നില്ല ആൾക്കാർ. ഇല്ല, ക്യാപ്റ്റൻ ജാസ്മിൻ ആയതുകൊണ്ട് മാത്രം കുറവായിരുന്നു. ശരിയിരിക്കാം. അപ്സര, എന്താ ചില ആൾക്കാർ പറയുന്ന ചില സ്കൂളിലെ ഒരു അസംബ്ലി പിടിച്ചു നിർത്തുക, രാവിലെ എണീറ്റ് അങ്ങനെയൊക്കെ. അൻഷിബയാണോ അങ്ങനെ ഒരു കമന്റ് പറഞ്ഞാണോ? അൻഷിബ അങ്ങനെ തോന്നി? അൻഷിബ, എനിക്ക് ആ അസംബ്ലിയിൽ അൻഷിബയാണല്ലോ ഞാൻ വരില്ല, ഞാൻ ചെയ്യില്ല അങ്ങനെയൊക്കെ പറയാം. അതെന്താ അങ്ങനെ അൻഷിബ പറയാൻ കാര്യം? എനിക്ക് പിന്നെ പവർ ടീമിലുള്ള ഒരു അംഗം തന്നെയാണ് അപ്സര. അപ്പൊ അപ്സരയുടെ ഒരു ദിവസത്തെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ആ ആളെന്നെ അങ്ങനെയാ. അപ്പൊ അത് ആദ്യം വിളിച്ച് കേട്ടില്ലെങ്കിൽ രണ്ടാമത് അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ആദ്യമേ അങ്ങനെ കയറി വിളിച്ചപ്പോ എനിക്ക് പേഴ്സണലി എന്നെ ഇൻസൾട്ട് ചെയ്ത പോലെ തന്നെയാണ് തോന്നിയത്. അപ്പൊ അങ്ങനെ ഒരാൾ പറയുമ്പോ ആ ഒരു ടീം, പവർ ടീമിലുള്ള ഒരു അംഗമാണെങ്കിൽ പോലും അല്ല, എനിക്ക് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് തോന്നിയത്. അല്ലേ അപ്സര, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പവർ ടീമിലെ ആളെന്നുള്ള രീതിയിൽ? ഈ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സ്വേച്ഛാധിപത്യം എന്നുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നിയത്. അപ്പൊ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിക്കാതെ മറ്റുള്ളവരോടും കൂടെ ചോദിച്ചിട്ട് അവർക്കും കൂടെ ഓക്കെ ആണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ചെയ്യാമായിരുന്നു. അല്ല ഷിബിൻ, ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എന്താണ് ഷിബിൻ, എന്താ തോന്നുന്നത്? അൻസിബ നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്നാണ് ഞാൻ സോറി ക്ഷമിക്കണം അപ്സര. പക്ഷെ അപ്സര വീടിനുള്ളിൽ വന്നപ്പോഴാണ് അപ്സരയുടെ പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്യപ്പെടാത്ത കാര്യങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലായത്. അത് പലരും അപ്സരയെ കുറിച്ച് ഉള്ളിൽ സംസാരിക്കുന്നുണ്ട്, പുറത്ത് സംസാരിക്കുന്നില്ല. അപ്പൊ അപ്സര ഇതിനകത്ത് എനിക്ക് തോന്നിയത് ഒരു പവർ ടീം മെമ്പർ പവർ വരുമ്പോൾ വരേണ്ട കാര്യം ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ്. ഈ പറഞ്ഞ ജാസ്മിൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ളവർ അനുസരിക്കാത്തതിന് കാരണം അത് ധാർഷ്ട്യത്തോടുകൂടി പറയുന്നുകൊണ്ടാണ്. അത് നിങ്ങളിത് ചെയ്തേ പറ്റൂ, ഞങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ സലാം ചെയ്യണം, എണീറ്റ് തൊഴണം, ഇങ്ങനെയുള്ള ഒരു ലീഡറിനെ നമ്മളാരും അക്സെപ്റ്റ് ചെയ്യില്ല. നാളെ ഒരുപക്ഷെ നിങ്ങളൊക്കെ പവർ ടീമിൽ പോകേണ്ട ആൾക്കാരാണല്ലേ? ഇതിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ടായിരിക്കോ പോകുന്നത്? തീർച്ചയായും നമ്മൾ ജനാധിപത്യപരമായിട്ട് താഴേക്ക് ഇറങ്ങിച്ചെന്ന് വേണം കാര്യങ്ങൾ പറയാൻ. എന്നാലും അത് ഇംപ്ലിമെന്റ് രണ്ട് രീതിയിൽ ചെയ്യാം. നീ ഇത് ചെയ്തേ പറ്റൂ, ഒന്ന് ചെയ്യടാ എന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ ചെയ്യും. ഇപ്പൊ എനിക്ക് തോന്നുന്നു അൻസിബെ ഹാൻഡിൽ ചെയ്യേണ്ട അങ്ങനെയാണ്. അൻസിബ ഒരു 2 മിനിറ്റ് ഇവിടെ നിന്നാൽ അൻസിബ എന്ന് പറഞ്ഞാൽ അൻസിബ നിൽക്കും. അല്ലാതെ അൻസിബ ഇങ്ങനെ കാണിച്ചാൽ അൻസിബ ചെയ്യില്ല. എന്താണ് അപ്സര ഇതിനെ പറയാനുള്ളത്? അപ്പൊ നമ്മള് ഫസ്റ്റ് ഒരു ഡേ തുടങ്ങുമ്പോ രാവിലെ തുടക്കത്തില് ചിലത് പറയേണ്ട ചില കാര്യങ്ങൾ പറയാൻ വളരെ ചുരുക്കം സമയം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആരെയും ബുദ്ധിമുട്ടിക്കാത്ത കുറെ ഓർഡറുകൾ കൊണ്ടുവരണം എന്നായിരുന്നു. പിന്നെ ഇപ്പൊ സിബിൻ ചേട്ടനും അൻസിബയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇവരെ ഓരോരുത്തരോടും പോയി അഭിപ്രായം ചോദിച്ചിട്ട് ഒരു ഓർഡർ കൊണ്ടുവരാന്ന് വെച്ചാൽ ഇവിടെ നടക്കില്ല സാർ. അപ്പൊ നമ്മൾ കൊണ്ടുവന്നു, ഇവർ പറ്റില്ല എന്ന് പറഞ്ഞതൊക്കെ നമ്മളത് ഒഴിവാക്കിയിട്ടുമുണ്ട്. അത് ഇവർക്കത് മനസ്സിലാവാത്തോണ്ടാണോ മനഃപൂർവ്വം മനസ്സിലായില്ലെന്ന് അടിക്കുന്നതാണോ എന്ന് അറിയത്തില്ല സാർ. രണ്ടാമത്തെ കാര്യം, അന്ന് ജാൻമണി ചേച്ചിക്ക് അസംബ്ലിയിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും ജാൻമണി ചേച്ചി പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അവസാനം ഞാൻ പോയി ജാൻമണി ചേച്ചി വരുമെന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ച് ഒരുവിധം ജാൻമണി ചേച്ചി വന്നു. പറ്റില്ല എന്ന് പറഞ്ഞാലും ജാൻമണി ചേച്ചി വന്ന് നിന്നിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാർ ദേഷ്യം പിടിച്ച് പോയപ്പോഴത്തേക്കും ഇവിടെ കുറെ ആൾക്കാർക്ക് രാവിലെ തന്നെ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ആ ഡ്യൂട്ടി ചെയ്യാണ്ട് ചേച്ചിയെ പോയി സമാധാനിപ്പിക്കണം പോയി തോന്നിയപ്പോൾ ഞാൻ അൻസിബയോടല്ല പറഞ്ഞത് സാർ, അത് ഓൾറെഡി വന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ ക്യാപ്റ്റൻ എന്നെക്കാളും ദൂരെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ജാസ്മിൻ അവിടെ ഡ്യൂട്ടി ഉള്ള ആൾക്കാരോട് ഒന്ന് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ, ഇപ്പൊ അവിടെ നിൽക്കണ്ട എന്നാണ് പറഞ്ഞത്. അത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ ഏറ്റെടുക്കുക ചെയ്തത്. അതിന് എനിക്ക് ഉത്തരവാദിത്തമില്ല സാർ, കാരണം എനിക്ക് പറയാനല്ലേ പറ്റൂ അവരെന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളത് എനിക്ക് ഉത്തരവാദിത്തം. മനസ്സിലാക്കിയിരിക്കുന്നത് അത്തരത്തിലായിരിക്കില്ല. അതെ സാർ, എനിക്ക് പറയാനേ പറ്റൂ സാർ. ഭൂരിഭാഗം ആൾക്കാരും മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് സാർ. അത് മയത്തിലല്ല പറഞ്ഞത്, അതൊരു ധാർഷ്ട്യത്തിലാണ് പറഞ്ഞത്. അത് അടിച്ചേൽപ്പിക്കുകയാണ് നമ്മളെടുത്ത്. എന്താണ് ജിൻഡോ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള രീതിയിൽ ഇതിലെ അഭിപ്രായം? നമ്മള് പവർ ടീമിൽ ഇരുന്ന സമയത്ത് ഇവര് നമുക്ക് വില തന്നിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും, അത് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അതിനവര് അർഹതയല്ല. ആണോ? ഇരിക്കാം. വേറെ ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് സംസാരിക്കാനുണ്ടോ? ഓക്കെ, ശ്രീരേഖ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല സാർ, ഞാനുണ്ടായിരുന്ന സമയത്ത് തൊട്ട് ഒരു ഫേവറിസം ഉണ്ടായിരുന്നു. ആ ഫേവറിസം ഇത്തവണത്തെ പവർ ടീമിൽ ഞാൻ കണ്ടു. അതായത് നമ്മൾ പറയുന്നത് ഒരുപോലെ അനുസരിക്കുന്ന ഒരു പറ്റം ആൾക്കാരെ പവർ റൂമിലേക്ക് വിടുക എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നി. അതില് അർഹനല്ലാതിരുന്നിട്ട് പോലും, അതായത് കഴിഞ്ഞ തവണ സാറ് പറഞ്ഞ ആ ഒരു പോയിന്റ് അത് ഞാൻ മനസ്സിലോർത്തൊരു കാര്യമാണ്. പുറത്താക്കി തിരിച്ചു വന്ന ഒരു വ്യക്തി ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെട്ട പിറ്റേന്ന് പവർ റൂമിലേക്ക് കയറി പോകുന്നതാണ് കണ്ടത്. ആ വ്യക്തിയുമായിട്ട് പിന്നീട് ഉണ്ടായിരുന്ന ഡിബേറ്റിൽ ആ വ്യക്തി പേഴ്സണലി കാണിക്കുന്ന ഓപ്പോസിറ്റ് ഇരുന്ന് നമ്മളെ കൊഞ്ഞനം കുത്തുക, ഒരാൾ സംസാരിക്കുമ്പോൾ അഭിപ്രായം പറയുമ്പോൾ അവരോട് ആ രീതിയിൽ പറയുക, അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുക, ഇതൊക്കെ ഞാൻ അവിടെ കണ്ടു. അപ്പോ പലപ്പോഴും പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറയുന്ന വാക്ക് അവർ തന്നെ തന്നൊരു വാക്കാണ്. ആ വാക്ക് മനസ്സിൽ സൂക്ഷിച്ച് പ്രവൃത്തിയിൽ കാണിക്കുന്ന ഒരു പറ്റം ആളുകളുടെ അവര് പറഞ്ഞാൽ ആ 4 പേരനുസരിക്കുമായിരിക്കും. ആ 4 പേരനുസരിച്ച് തീരുമാനം കൊണ്ടുവന്ന് ഇനി മുതൽ ഞങ്ങൾ ഇവിടെ വന്ന് പവർ റൂമിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കാണുമ്പോൾ ബഹുമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുന്ന ഒരു പവർ ടീമിനെ അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നു. താങ്ക് യു. ജാൻമണി എവിടെ പോയി? എങ്ങനെയുണ്ടായിരുന്നു പവർ ടീം? വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓരോ കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ടോ. കാരണം ഒരു കാര്യമുള്ള ഇഷ്ടമല്ലാത്ത, അതെ, ബാക്കിയെല്ലാം ഇഷ്ടമാണ്. കുഴപ്പമില്ല. പാട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം എനിക്ക് എന്റെ പേഴ്സണൽ ടൈം ഉണ്ട്. ആ പേഴ്സണൽ ടൈം കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യും. അത് ഒരു ചെറിയ പ്രശ്നം, അത് നോ പ്രോബ്ലം. പക്ഷേ പേഴ്സണൽ ടൈമിലാണ് അവർ വിളിക്കുന്നത്. ബിക്കോസ് ബാത്റൂമിലെ പോകുന്ന, കാരണം എനിക്ക് നമുക്ക് ബാത്റൂമിൽ പോകുന്ന ടൈം കറക്റ്റ് ടൈം പിടിച്ചിട്ട് എനിക്ക് അപ്സര മനസ്സിലാക്കി തന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, കാരണം ഭക്ഷണം കഴിച്ചിട്ട് ആ പ്ലേറ്റ് നമ്മളുടെ പ്ലേറ്റ് നിങ്ങളെ വാഷ് ചെയ്യണം പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടോ കുറെ ടൈം ഭക്ഷണം റെഡിയാക്കി. ഭക്ഷണത്തിന്റെ കാര്യമല്ലേ ചോദിച്ചേ? അല്ല, ഈ 1 മിനിറ്റ് പോകാൻ എന്താ ബുദ്ധിമുട്ടുണ്ടോന്ന് അതാണ് ചോദിച്ചത്. അപ്സര എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. സാർ, ഈ 1 മിനിറ്റ് ആണ് നമ്മൾ എല്ലാരോടും ചോദിച്ചത്. അപ്പൊ ഇവര് എല്ലാരും 5 മിനിറ്റ് സാർ, മിനിമം മാക്സിമം 5 മിനിറ്റേ നമ്മൾ എടുക്കൂ. പക്ഷെ ഇവിടെ കണ്ടിട്ടുണ്ട് എല്ലാരും, ഓരോരുത്തർക്കും ഞങ്ങൾക്ക് പേഴ്സണൽ സ്പേസ് ആണ്, ടൈമാണ്, അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ഇത് ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് എല്ലാരും അല്ല പറഞ്ഞ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല ലാലേട്ടൻ, എനിക്ക് മോർണിംഗ് എനിക്ക് പാട്ട് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി 5 മിനിറ്റ്, കാരണം ആ ടൈമിൽ നമ്മള് നേരത്തെ അങ്ങനല്ല, എന്റെ പേഴ്സണൽ ടൈമാണ്, ഞാൻ വരില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ? പേഴ്സണൽ ടൈം ഉണ്ടോ ഓരോരുത്തർക്ക്? അങ്ങനെയാണോ? ഒരു ഷോ അല്ലേ ഇത്? അവർക്ക് വേറൊരാൾ പറയാണ് ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്റെ പേഴ്സണൽ ടൈം, എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ വേറൊരാൾ പറയാണ് എനിക്ക് വരാൻ പറ്റില്ല എന്റെ പേഴ്സണൽ. അങ്ങനല്ലല്ലോ, ഇതൊരു കളക്റ്റീവായിട്ടുള്ള ഒരു തീരുമാനമല്ലേ? അപ്പൊ ആ തീരുമാനത്തെ ബഹുമാനിക്കുന്നില്ല, പവർ ടീമിനെ ബഹുമാനിക്കുന്നില്ല എന്നൊരു അർത്ഥം കൂടെ അതിൽ വരില്ലേ? പക്ഷെ ലാലിതൻ പറഞ്ഞ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നൈറ്റ് മുതൽ ചെയ്തിട്ടുണ്ടോ? രാത്രിയിലത്തെ കാര്യമില്ല ചോദിച്ചേ, മോർണിംഗ് കാരണം നമുക്ക് എല്ലാവർക്കും ബാത്റൂം പോകണം, കാരണം മോർണിംഗ് ബാത്റൂമിൽ പോകുന്ന പറഞ്ഞില്ലേ ഒരു ക്യൂ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഇനി മുതൽ ഇവര് ബാത്റൂമിൽ പോയതിനു ശേഷം ഈ പ്രോഗ്രാം വെക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതായത് ജാൻമണി ബാത്റൂമിൽ എത്ര മണിക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോഗ്രാം വെക്കും, അങ്ങനെയാണോ? ബാത്റൂമിൽ പോയാലേ പ്രോഗ്രാം നടക്കില്ല. അല്ല, അതൊരു നല്ല കാര്യമല്ലല്ലോ. നിങ്ങൾ തീരുമാനിക്കുക. ഒന്നിലും ഞാൻ വരില്ല എന്ന് പറയുന്നതല്ല മിടുക്ക്, അതിൽ പോവുക എന്ന് പറയുന്നതാണ് മിടുക്ക്. എനിക്ക് നോ എന്ന് പറയാൻ എളുപ്പമല്ലേ, എസ് എന്ന് പറയാനാണ് പഠിക്കേണ്ടത്. അതായത് പേഴ്സണൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് നിങ്ങളെ കാണാൻ. എനിക്ക് നോ എന്ന് പറയാൻ എളുപ്പമാണ്, എനിക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് പറ്റും എന്ന് പറയിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇരിക്കും, രണ്ടുപേരും ഇരിക്കുക. അതായത് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ലെന്ന് പറയാ, പറ്റുന്ന കാര്യങ്ങളും പറ്റില്ലെന്ന് പറയാതിരിക്കുക. അപ്പൊ എല്ലാം പറ്റും. ചെറിയൊരു ബ്രേക്ക്.